ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും, എല്ലാവരും സേഫായിട്ടിരിക്കണം. എന്താ പറയണേ, ഇവിടെ നല്ല മഴയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിപ്പോൾ വന്നിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതിപ്പം ആദ്യം ഇതിനകത്ത് കാണുന്നത് പിയോണി ഫ്ലവേഴ്സാണ്. പിയോണി ഫ്ലവേഴ്സിൻ്റെ ഒരു വലിയ പാക്കറ്റാണ്. വലിയ പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളേഴ്സ് മിക്സ് ആയിട്ടുള്ളതാണിത്. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിനകത്ത് വൈറ്റ്, ബേബി പിങ്ക്, ക്രീം, യെല്ലോ, റെഡ്, അങ്ങനെ ഒരു 4-5 കളേഴ്സ് മിക്സ് ആയിട്ടാണ് ഇതുള്ളത്. ഈ പിയോണി ഫ്ലവേഴ്സും റോസസൊക്കെ നമുക്ക് ഹെയർ ആക്സസറീസിനും, അതേപോലെ തന്നെ നമുക്കിപ്പം എന്താ പറയണേ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പിയോണി ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക വാട്സപ്പ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പം അതിനകത്തും റെയിൻബോ സ്മൈലി എന്നാണ് പേര്. അപ്പോൾ അതിനകത്തും ഇതേ സാധനങ്ങളുടെ മീൻസ് എൻ്റെ അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ഉണ്ടോ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്തും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോയും ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ പിയോണി ഫ്ലവർ ഉണ്ടായിരുന്നു. പിയോണി ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഫ്ലവറാണ്. അത് മെയിനായിട്ട് ക്രീമും വൈറ്റ് കളറുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് വേണ്ടിയിട്ടെന്നുള്ളൊരു രീതിക്കാണ് അത് എടുത്തിട്ടുണ്ടായത്. വേറെ കളേഴ്സ് തൽക്കാലം അത് കഴിഞ്ഞേച്ച് എടുക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ആ 2 കളേഴ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുറേ പോളൻസ് ഉണ്ട്. അതേപോലെ ഫോം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ചെറുതല്ല, കുറച്ച് ഒരു മീഡിയം സൈസിനൊക്കെ ഉള്ളൊരു റെഡ് റോസ്. അപ്പോൾ ഈ റെഡ് റോസ് ആണെങ്കിലും മുന്നേ പിയോണി ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കേക്കിൻ്റെ ഇതിനകത്തൊക്കെയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ തൽക്കാലം ഈ ഒരു കളറേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മൂവിങ് നോക്കിയിട്ടാണ് ബാക്കി കളേഴ്സ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവിങ് വന്നത് ഈ കളേഴ്സാണ് എൻ്റെ അടുത്ത്. ലാസ്റ്റ് ടൈം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് വന്നത് ഈ കളറാണ്. എൻ്റെ അടുത്ത് അന്നേരം ഒരു പേർപ്പിൾ കളറ്, യെല്ലോ, അങ്ങനെ വേറെ 2-3 റെഡ്, പ്യുവർ റെഡ്, അങ്ങനെ ഒരു 3-4 കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മൂവിങ് വന്നത് ഈ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് പറഞ്ഞല്ലോ, ഫോം ഫ്ലവേഴ്സിൻ്റെ കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തിരിക്കുന്നതാണ് പോളൻസ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് കൂടുതൽ ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറ് ഓണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരെയും മറ്റേ ഈ പട്ടുപാവാടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം, സെറ്റ് സാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മാച്ചിങ് ചെയ്യാൻ പറ്റുന്നത് ആ കളറാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിന് പുതിയ സ്റ്റോക്കുകൾ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനകത്ത് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം.